ഉത്തരം കിട്ടുന്നില്ല, കർത്താവ് അകന്നു നിൽക്കുന്നു. രാവും പകലും കരഞ്ഞും നിലവിളിച്ചും നമ്മൾ സങ്കടത്തിലൊക്കെ ആയുസ് ഇങ്ങനെ മുമ്പോട്ട് പോകും. കാരണം അത്രയും വലിയ സങ്കടമൊക്കെ തന്നിട്ട് ആളുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഓടിപ്പോകും. പെട്ടെന്നങ്ങ് മാറിപ്പോകുമ്പോഴത്തേനും എല്ലാം നല്ല രീതിയിൽ നിന്നു. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം തലയും കുത്തി മറിയുന്നു, എല്ലാം തരികിടം മറിയുന്നു. നമുക്കൊരു ഉത്തരവില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാം, ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാൻ, രാവും പകലും നിരാശപ്പെടാം, കരയാം, എല്ലാ സാഹചര്യങ്ങളെ പഴിക്കാം, സിറ്റുവേഷൻസിനെയൊക്കെ പഴിക്കാം. പക്ഷേ സങ്കീർത്തകൻ നമുക്ക് കാണിച്ചിരുന്ന ഒരു വലിയ പാഠമുണ്ട്, ഈശോ കാണിച്ചിരുന്ന ഒരു വലിയ പാഠമുണ്ട്. രാവും പകലും നീ കരഞ്ഞിരിക്കുകയല്ല, നിലവിളിച്ചിരിക്കുകയല്ല. അതിന് നിലവിളിയും കരച്ചിലും സങ്കടവും ഒക്കെ ആണേലും അത് നീ നിന്റെ കർത്താവിനോട് പറയുക. ഓൾവേസ് ഇൻ കോണ്ടാക്ട് വിത്ത് യുവർ ഗാഡ്. അകന്നിരിക്കുന്ന ദൈവത്തോട്, നിന്നോടിപ്പം മിണ്ടുന്നില്ലെന്ന് തോന്നുന്ന കർത്താവിനോട്, നിനക്കൊരു ഉത്തരവും തരാതെ നിന്നെ മറന്നു കളഞ്ഞു എന്ന് നീ ചിന്തിക്കുന്ന ആ കർത്താവിനെ നീ മറക്കരുത്. ആ കർത്താവിനോട് ഈ ഇരുട്ടത്ത് ചേർന്നിരിക്കണം. കർത്താവിനോട് മാത്രമേ ചേർന്നിട്ടേ പ്രകാശം വരുവുള്ളൂ.